ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന മൂവിയുടെ പേര് ബ്ലൈൻഡ് സ്പോട്ട്. മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ കാണിക്കുന്നത് രാത്രി 8 മണിയായ സമയത്ത് ദിവ്യ എന്നൊരു പെൺകുട്ടി തന്റെ കുഞ്ഞുമായിട്ട് വീടിന്റെ ജനൽ സൈഡിൽ ഇരിക്കുന്നതാണ് കാണിക്കുന്നത്. അവളാണെങ്കിൽ ഡിസ്റ്റർബ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അവളുടെ ഹസ്ബൻഡിന്റെ പേര് ജയറാം എന്നാണ്. ആ മനുഷ്യൻ എങ്ങാണ്ട് പോകാനായിട്ട് റെഡിയായി ഇറങ്ങി വരുന്നു. അത് കണ്ടിട്ട് ദിവ്യ വന്ന് അയാളുടെ അടുത്ത് സംസാരിക്കുന്നു. നിങ്ങൾ എവിടേക്കാ പോകുന്നത്, ആരുടെ കൂടെ കിടക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് രാത്രി പോകുന്നതെന്നൊക്കെ ചോദിച്ച് വഴക്കുണ്ടാക്കുന്നു. അയാളാണെങ്കിൽ ദിവ്യ ചോദിക്കുന്ന ചോദ്യത്തിന് ഒന്നിനും തന്നെ മറുപടി പറയുന്നില്ലായിരുന്നു. ജയറാമിനാണെങ്കിൽ പല സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ദിവ്യ അതുകൊണ്ടാണ് അവനോട് ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത്. വീട്ടിലുള്ള ഫർണിച്ചേഴ്സിനെ കാണുന്നത് പോലെയാണ് അവളെയും കാണുന്നതെന്ന് പറഞ്ഞ് ദിവ്യ വീണ്ടും വഴക്കുണ്ടാക്കാൻ തുടങ്ങുന്നു. ജയറാം ആണെങ്കിൽ ഒരു കാർഡ് എടുത്ത് പുറത്ത് വെച്ചിട്ട് നിനക്ക് സൈക്യാട്രിസ്റ്റിനെ കാണാനുള്ള സമയമായി, നീ പോയി കാണുന്നും പറഞ്ഞിട്ട് എണീക്കുന്നു. ഇതും കൂടെ കേട്ടപ്പോഴത്തേനും ദിവ്യക്ക് ദേഷ്യം വരുന്നു. അയാളുടെ പുറകെ ചെന്ന് വീണ്ടും വഴക്കുണ്ടാക്കാൻ തുടങ്ങുന്നു. ആ സമയത്ത് അവിടെ ജോലി ചെയ്യുന്ന ലക്ഷ്മി വേണ്ട മാഡം ഒന്നും പറയണ്ട, വഴക്കുണ്ടാക്കുന്നെന്ന് പറയുന്നു. അത് കേട്ടിട്ട് ദിവ്യക്ക് ഇഷ്ടപ്പെടാതെ അവളുടെ മുഖത്തിട്ട് അടിക്കുന്നു. അവളെ അടിച്ചത് കൊണ്ട് ജയറാമിന് ദേഷ്യം വന്ന് ദിവ്യക്കിട്ട് ഒരടി വെച്ചു കൊടുക്കുന്നു. ജയറാം ഇവളെ അടിച്ചത് കൊണ്ട് അവള് ദേഷ്യത്തില് ആ കുഞ്ഞിനെ അവിടെ തന്നെ കിടത്തിയിട്ട് അവൾ അവളുടെ റൂമിലേക്ക് കയറി പോകുന്നു. ജയറാമോ ഏതോ മീറ്റിംഗിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് എയർപോർട്ടിലേക്ക് പോവുകയും ചെയ്യുന്നു. കുഞ്ഞാണെങ്കിൽ ഉറക്കമുണർന്ന് കരയാൻ തുടങ്ങുന്നു. കുഞ്ഞിനെ താഴെ ഇട്ടിട്ട് അവള് മേളിൽ പോയി. ലക്ഷ്മി ആ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് മുറിയിലേക്ക് ചെല്ലുന്നു. അവിടെ ചെന്ന് കുറെ തവണ വാതിലിൽ തട്ടിയിട്ടും അവള് തുറക്കാത്തത് കൊണ്ട് ലക്ഷ്മി വാതിൽ തുറന്ന് ഉള്ളിലേക്ക് ചെല്ലുന്നു. വാതിൽ തുറന്ന് അകത്തേക്ക് ചെന്ന് ലക്ഷ്മി കാണുന്നത് തൂങ്ങി മരിച്ചു കിടക്കുന്ന ദിവ്യനെയാണ്. പേടിച്ചുപോയ ലക്ഷ്മിയാണ്ട് പെട്ടെന്ന് തന്നെ പോലീസിനെ അറിയിക്കുന്നു. ഇപ്പൊ നമ്മുടെ ഹീറോയായ വിക്രമാണ് അന്വേഷണത്തിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരുന്നത്. ആ സമയത്ത് നല്ല മഴയായതുകൊണ്ട് ഫോറൻസിക് ടീം വരാൻ കുറച്ച് ലേറ്റ് ആകുന്നു. വിക്രം ആ മുറിയിലേക്ക് ചെന്നിട്ട് എല്ലാ സ്ഥലങ്ങളും പരിശോധിക്കുന്നു. ഫ്ലോറിൽ കിടന്ന് ഒരു ചെറിയ കല്ല് എവിഡൻസ് ആയിട്ട് എടുക്കുന്നു. ദിവ്യ ഇന്നത്തെ ദിവസം മുഴുവനും എവിടെയായിരുന്നെന്ന് ചോദിക്കുന്നു. അന്നേരം ലക്ഷ്മി പറയുന്നു ഇന്നത്തെ ദിവസം മുഴുവനും ആ മുറിക്കുള്ളിൽ തന്നെയായിരുന്നെന്ന് പറയുന്നു. അപ്പൊ ലക്ഷ്മി എവിടെയെങ്കിലും പുറത്തു പോയായിരുന്നോ, ആ സമയത്ത് ലക്ഷ്മി എവിടെയായിരുന്നു എന്ന് ചോദിക്കുന്നു. അന്നേരം ലക്ഷ്മി അതിന് പറയുന്നു ഞാൻ എവിടെ പുറത്തു പോയില്ല, ഞാൻ കിച്ചണിലുണ്ടായിരുന്നു എന്ന് പറയുന്നു. ലക്ഷ്മിയുടെ മുഖത്തുള്ള ആ പാട് കണ്ടിട്ട് എന്താണെന്ന് ചോദിക്കുന്നു. അന്നേരം നടന്ന സംഭവങ്ങളൊക്കെ ലക്ഷ്മി അവനോട് പറയുന്നു. ജയറാം എയർപോർട്ടിലേക്ക് പോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ വിക്രം കോൺസ്റ്റബിളിനോട് പറയുന്നുണ്ട് വേഗം ഒരാളെ അയച്ച് എയർപോർട്ടിൽ നിന്ന് ജയറാമിനെ പിക്കപ്പ് ചെയ്തുകൊണ്ട് വരാൻ പറയുന്നു. ഇത്രയും സമയം മഴയായതുകൊണ്ട് ഫ്ലൈറ്റ് ഡിലേ ആയി കാണും, അതുകൊണ്ട് ഇപ്പൊ ചെല്ലുവാണെങ്കിൽ ജയറാമിനെ പിടിച്ചോണ്ട് വരാമെന്ന് പറയുന്നു. കോൺസ്റ്റബിൾ ആണെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് ഇവിടെ ഒരു പെൺകുട്ടി സൂസൈഡ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷെ വിക്രം പറയുന്നുണ്ട് ഇത് സൂസൈഡ് അല്ല, ഇത് മർഡർ ആണെന്ന് പറ എന്ന്. അത് കേട്ടപ്പോഴത്തേനും ലക്ഷ്മി ടെൻഷൻ ആകുന്നു. ദിവ്യയുടെ ഫാമിലിയൊക്കെ എവിടെയാന്ന് ചോദിക്കുന്നു. അന്നേരം ലക്ഷ്മി പറയുന്നു അവളൊരു ഓർഫനേജിൽ നിന്ന് വന്നതാണ്, അവൾക്ക് അങ്ങനെ റിലേറ്റീവ്സ് ആരും ഇല്ലെന്ന് പറയുന്നു. ജയറാമിന്റെ റിലേറ്റീവ്സ് ഒക്കെ ആരാണെന്ന് ചോദിക്കുന്നു. ഒരു അനിയനേ ഉള്ളു, അവന്റെ പേര് ആദിത്യ എന്നാണെന്ന് പറയുന്നു. നെക്സ്റ്റ് സീൻ ആദിത്യനാണ് കാണിക്കുന്നത്. NI ഓഫീസിൽ ട്രെയിനിങ്ങിലാണ് ഇപ്പൊ ആദിത്യ ഉള്ളത്. ഇപ്പൊ സ്റ്റേഷനിലിരുന്ന് കോൾ ചെയ്ത് ആദിത്യയോട് പറയുന്നു ദിവ്യ മരിച്ചു എന്ന്. അന്നേരം തന്നെ ആദിത്യ വീട്ടിലേക്ക് ഓടിയെത്തുന്നു. ആദിത്യനെ കണ്ട വിക്രം ഈ രാത്രിയിൽ എവിടെയായിരുന്നു നിങ്ങൾ എന്ന് ചോദിക്കുന്നു. അന്നേരം അവൻ പറയുന്നു ഞാൻ ഒരു NI ട്രെയിനറാണ്, അതുകൊണ്ട് ഇത്രയും നേരം ഞാൻ ട്രെയിനിങ്ങിലായിരുന്നു പറയുന്നു. എന്നിട്ട് ദിവ്യ എന്തിനായിരിക്കും സൂസൈഡ് ചെയ്തതെന്ന് ആദിത്യ വിക്രമിനോട് ചോദിക്കുന്നു. അതിന് വിക്രം പറയുന്നു ഇത് സൂസൈഡ് അല്ല, ഇതൊരു മർഡർ ആണെന്ന്. അത് കേട്ടപ്പോഴത്തേനും ആദിത്യ ഞെട്ടുന്നു. ഇതെങ്ങനെ മർഡർ ആണെന്ന് നിങ്ങൾ കൺഫേം ആയിട്ടും പറയുന്നത് എന്ന് വിക്രമിനോട് ആദിത്യ ചോദിക്കുന്നു. അതിന് വിക്രം ദിവ്യയുടെ കാലില് ഒരു മുറിവുണ്ട്, അതിൽ നിന്ന് ഇപ്പൊ ബ്ലീഡിങ് ആയിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അവള് സൂസൈഡ് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിച്ച ഈ ചെയറില് ആ ബ്ലഡ് പറ്റിയിട്ടില്ല, അതിന്റെ അർത്ഥം അവൾ ഇതിന്റെ മേളിൽ കയറി സൂസൈഡ് അറ്റംപ്റ്റ് ചെയ്തില്ലെന്നല്ലേ എന്ന് പറയുന്നു. സൂസൈഡ് ആയിരുന്നെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ എപ്പോഴോ സ്റ്റോപ്പ് ആയിട്ട് ഫേസ് മുഴുവനും ഡാർക്ക് ആയിട്ടിരുന്നേനുമായിരുന്നു. ഇതിൽ അങ്ങനത്തെ ഒരു ലക്ഷണവും ഇല്ല. അത് മാത്രമല്ല സൂസൈഡ് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് ഒരു ഷോളോ സാരിയോ യൂസ് ചെയ്ത് കെട്ടിത്തൂങ്ങിയാൽ മതിയായിരുന്നു, കയറൊന്നും എടുത്ത് കെട്ടിത്തൂങ്ങേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നു. അതുപോലെ അവളുടെ കഴുത്തിലായിട്ടും പാടുകൾ ഉള്ളത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനു മുമ്പ് തന്നെ ആരോ ഇവളെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ലക്ഷ്മി പറയുന്നു ഇടയ്ക്കൊരു തവണ ജയറാം സാറ് തിരിച്ചു വന്നായിരുന്നു എന്ന്. വിക്രമാണെങ്കിൽ ജയറാമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. കുറച്ചു സമയത്തിനുള്ളിൽ വിക്രമിന്റെ ടീമിലെ ആൾക്കാര് ജയറാമിനെയും കൂട്ടി അങ്ങോട്ട് വരുന്നു. വിക്രമിനോട് ജയറാം എന്തു പറ്റി, എന്തിനാ എന്നെ വിളിപ്പിച്ചത് എന്ന് ചോദിക്കുന്നു. നിങ്ങളുടെ വൈഫ് മരിച്ചു എന്ന് പറയുന്നു. അത് കേട്ടപ്പോൾ
കേട്ടപ്പോഴത്തേനും ജയറാം ശരിക്കും തന്നെ ഷോക്കാകുന്നു. തൂങ്ങി മരിച്ച അവസ്ഥയിലാണ് ജയറാം അവളെ കാണുന്നത്. അവൾ എന്തിനു വേണ്ടിയിട്ട് സൂസൈഡ് ചെയ്യണമെന്ന് ജയറാം വിക്രമിനോട് ചോദിക്കുന്നു. അതിന് വിക്രം പറയുന്നു, ഇത് സൂസൈഡ് അല്ല, ഇതൊരു മർഡർ ആണെന്ന്. രാത്രി 8 മണി തൊട്ട് 2 മണി വരെ നിങ്ങൾ എവിടെയായിരുന്നു എന്ന് വിക്രം അവനോട് ചോദിക്കുന്നു. ജയറാം പറയുന്നുണ്ട് താൻ എയർപോർട്ടിലായിരുന്നെന്ന്. അന്നേരം വിക്രം ചാടി ലക്ഷ്മിയോട് ചോദിക്കുന്നു, ആദ്യം പറഞ്ഞത് ഒന്നും കൂടി പറയാൻ. 8 മണിക്ക് എയർപോർട്ടിലേക്ക് പോയിട്ട് ഇടയ്ക്കൊരു തവണ തിരിച്ചു വന്നെന്നാണ് ലക്ഷ്മി പറയുന്നത്. അന്നേരം എപ്പോഴാണ് തിരിച്ചു പോയതെന്ന് ലക്ഷ്മിയോട് ചോദിക്കുന്നു. അത് അവള് കണ്ടില്ലെന്ന് അവള് പറയുന്നു. അത് കേട്ടിട്ട് ജയറാം പറയുന്നു, ശരിയാണ്, ഞാൻ ഇടയ്ക്ക് വന്നായിരുന്നു, ഒരു ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ് മറന്നുപോയി, അത് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എന്ന് പറയുന്നു. ഇത് കേട്ടിട്ട് ആദിത്യ പറയുന്നു, നമുക്കിത് സത്യമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ എൻട്രൻസിലുള്ള CCTV ക്യാമറ ചെക്ക് ചെയ്ത് നോക്കാമെന്ന് പറയുന്നു. അത് അവർ ചെക്ക് ചെയ്ത് നോക്കിയപ്പോ അത് സത്യം തന്നെയാണ്. ജയറാം കറക്റ്റ് ആയിട്ട് 2 മിനിറ്റ്സിൽ തന്നെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോകുവാണ്. അപ്പൊ ജയറാമിനെ കൊണ്ട് ആ 2 മിനിറ്റ്സിൽ ദിവ്യനെ കൊന്ന് കെട്ടിത്തൂക്കാനുള്ള സമയമില്ലായിരുന്നു. അതുകൊണ്ട് ലക്ഷ്മിയോട് ചോദിക്കുന്നു, നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഏത് സമയത്താണ് ഈ ബോഡി കണ്ടതെന്ന്. അന്നേരം ലക്ഷ്മി പറയുന്നുണ്ട് 2 മണിക്കാണെന്ന്. അപ്പൊ 2 മണിക്കാണെങ്കിൽ 2:05 പോലീസ് സ്റ്റേഷനിൽ ഞാൻ വിളിച്ച് അറിയിച്ചു എന്നും പറയുന്നു. അതിനിടയിൽ നിങ്ങൾ ആരെങ്കിലും വിളിച്ചു പറഞ്ഞായിരുന്നോ എന്ന് ചോദിക്കുന്നു. അന്നേരം ഇല്ല, ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് മാത്രമേ വിളിച്ചു പറഞ്ഞോളെന്ന് ലക്ഷ്മി പറയുന്നു. അത് കേട്ടിട്ട് വിക്രം, നിങ്ങൾ ശരിക്കും ഈ കാര്യം വിക്രമിനെയാണ് ആദ്യം അറിയിക്കേണ്ടത്, അതല്ലാതെ നിങ്ങൾ എന്തിനു പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു എന്ന് ചോദിക്കുന്നു. അത് കേട്ട് പേടിച്ചു വിറച്ചിട്ട് ലക്ഷ്മി പറയുന്നു, ലക്ഷ്മി ഈ കാര്യം ജയറാമിനോട് പറഞ്ഞപ്പോ തന്നെ ജയറാം ആദ്യം ഷോക്കാകുന്നു. ഷോക്കായിട്ട് നീ ഇത് പോലീസ് സ്റ്റേഷനിലേക്ക് ആദ്യം വിളിച്ചു പറ എന്ന് അവളോട് പറയുന്നു. ഇതാണ് ശരിക്കും സംഭവിച്ചത്. ഇത് കേട്ടിട്ട് വിക്രം, നിങ്ങളോട് ഞാൻ ആദ്യമായിട്ട് ഈ കാര്യം പറഞ്ഞപ്പോ നിങ്ങൾ ഷോക്ക് ആയത് എന്തുകൊണ്ടാണ്? അപ്പൊ നിങ്ങൾക്കിത് അറിയാവുന്ന കാര്യമല്ലായിരുന്നു, പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ ഷോക്കായി എന്ന് ചോദിക്കുന്നു. അന്നേരം വിക്രമിനോട് അവൻ പറയുന്നു, എനിക്കും ദിവ്യയ്ക്കും ഉള്ളിൽ കുറച്ചു ദിവസമായിട്ട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഇന്ന് ഞങ്ങൾക്ക് തമ്മിൽ കുറച്ച് പ്രശ്നങ്ങൾ വന്ന് ഞാൻ അവളെ തല്ലുകയും ചെയ്തു. എന്നോടുള്ള ദേഷ്യം കൊണ്ടായിരിക്കും അവൾ ആത്മഹത്യ ചെയ്തത്. അതുകൊണ്ട് അതിന്റെ പേരിൽ എന്റെ മേളിലേക്ക് ഒരു കേസ് വരുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ലക്ഷ്മിയോട് പറഞ്ഞത് ഈ കാര്യം പെട്ടെന്ന് പോലീസിനെ വിളിച്ച് അറിയിക്കണമെന്ന്. ജയറാം പറഞ്ഞത് നേരാണോ എന്ന് ലക്ഷ്മിയോട് ചോദിക്കുന്നു. അന്നേരം വിക്രമിനോട് അതേന്ന് അവള് പറയുന്നു. ഇതും കൂടെ കേട്ടപ്പോ വിക്രമിന് ഇവര് 2 പേരുടെ മേളിലാണ് ഡൗട്ട് വരുന്നത്. ജയറാമിന് ഇത്രയും സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇവര് തമ്മിൽ വേറെ ഏതാണ്ട് റിലേഷൻഷിപ്പ് ഉണ്ടെന്നുള്ള ഡൗട്ട് വിക്രമിന് വരുന്നു. ലക്ഷ്മിനെ വിക്രം എൻക്വയറി ചെയ്തപ്പോഴത്തേക്കും അവൾ അത് സമ്മതിക്കുന്നു. അത് കേട്ടിട്ട് നിങ്ങൾക്ക് ശല്യമാകാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ 2 പേരും കൂടി ദിവ്യനെ കൊന്നതാണോ എന്ന് ചോദിക്കുന്നു. അതിന് ലക്ഷ്മി, ഒരിക്കലും ഞാൻ ദിവ്യനെ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. ജയറാമും പറയുന്നു താനും ദിവ്യനെ കൊന്നിട്ടില്ല എന്ന്. ജയറാമിന്റെ ഷെൽഫിൽ ഒരു ഫാമിലി ഫോട്ടോ കാണുന്നു. അതിൽ വേറെ ഒരു സ്ത്രീയും ഒരു കുട്ടിയും ഇരിക്കുന്നതാണ് കാണുന്നത്. ഇത് ആരാന്ന് ചോദിച്ചപ്പോൾ ലക്ഷ്മി പറയുന്നു അത് ജയറാം സാറിന്റെ ഫസ്റ്റ് വൈഫാണെന്ന്. അവര് ക്യാൻസർ വന്ന് മരിച്ചുപോയി. അവരുടെ കുട്ടിയുടെ പേരാണ് വിനോദ് എന്ന് പറയുന്നു. ആ കുട്ടി എവിടെയാണ് ഇപ്പോൾ ഉള്ളതെന്ന് ചോദിക്കുന്നു. അന്നേരം അവൻ 3rd ഫ്ലോറിൽ ഉണ്ടെന്ന് പറയുന്നു. ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടും ആ കുട്ടി മുകളിലത്തെ ഫ്ലോറിൽ തന്നെ ഇരിക്കുന്നത് കൊണ്ട് വിക്രമിന് ആ കുട്ടിയുടെ മേളിൽ ഡൗട്ട് വരുന്നു. അവനെ കാണാൻ ചെന്നപ്പോഴത്തേനും ആദിത്യ പറയുന്നു അവൻ ഒരു സ്പെഷ്യൽ ചൈൽഡ് ആണ്, അവന് ഒരുപാട് ഡിപ്രഷൻ ഉണ്ട്, അവന്റെ അമ്മ മരിച്ച പിന്നെ അവൻ ആരോടും അധികം സംസാരിക്കത്തില്ല എന്നും പറയുന്നു. വിക്രം ആ കുഞ്ഞിന്റെ അടുത്ത് ചെന്ന് നോക്കിയപ്പോ അവനിരുന്ന് അവന്റെ അമ്മ മരിച്ചുപോയ അമ്മയുടെ ചിത്രങ്ങളൊക്കെ പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. വിക്രം അവനോട് നീ എന്താ ഈ രാത്രിയിലിരുന്ന് പെയിന്റിങ് ചെയ്യുന്നത്, എന്നും ഏത് സമയത്താ നീ ഉറങ്ങുന്നേ എന്ന് ചോദിക്കുന്നു. അതിനവൻ പറയുന്നു എന്നും ഞാൻ 10 മണിയാകുമ്പോ കിടന്നുറങ്ങും, ഇന്ന് ഞാൻ 10:30 ആയപ്പോഴാണ് കിടന്നുറങ്ങിയതെന്ന് പറയുന്നു. അപ്പൊ 10:30 കിടന്നുറങ്ങിയിട്ട് നീ എന്തിനാ ഈ രാത്രിയിലിരുന്ന് വരച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുന്നു. അതിനവൻ ഞാൻ ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു, അതുകൊണ്ട് ഞാൻ എണീറ്റു, പിന്നെ എനിക്ക് ഉറക്കം വരുന്നില്ല എന്ന് പറഞ്ഞു. എന്ത് ഡിസ്റ്റർബൻസ് ആണ് നിനക്കുണ്ടായതെന്ന് ചോദിക്കുന്നു. അന്നേരം വിക്രമിനോട് അവൻ പറയുന്നു താഴെ ആ കുഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു, ഞാൻ താഴോട്ട് ഇറങ്ങി ചെന്ന് നോക്കിയപ്പോ ആ കുഞ്ഞിന്റെ അടുത്ത് ആരുമില്ലായിരുന്നു, കുറച്ചു നേരം ഞാൻ അവിടെ നിന്നിട്ട് ഞാൻ മേളിലേക്ക് കയറി പോന്നു എന്ന്. ഇതൊക്കെ കേട്ടപ്പോഴത്തേനും വിക്രം ലക്ഷ്മിയുടെ നേരെ തിരിയുന്നു. ലക്ഷ്മിയോട് അവര് ചോദിക്കുന്നു നീ ഫുൾ ടൈം ഇവിടെയായിരുന്നു ഉണ്ടായിരുന്നത്, വേറെ എവിടെയും പോയില്ലെന്നല്ലേ എന്നോട് പറഞ്ഞത്, അന്ന് കുഞ്ഞു കിടന്ന് കരഞ്ഞപ്പോ നീ എവിടെ പോയി എന്ന് ചോദിക്കുന്നു. അന്നേരം ലക്ഷ്മി പറയുന്നു ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയതായിരുന്നു, എന്റെ വീട് ഇവിടെ അടുത്താണുള്ളത്, നല്ല മഴയത്ത് എന്റെ വീട്ടിൽ ചോർച്ചയുണ്ട്, എന്റെ മകള് മാനസ അവിടെ ഒറ്റയ്ക്കാണ് കിടക്കുന്നത്, അതുകൊണ്ട് ഞാൻ അവൾ എന്താ എടുക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് വീട്ടിലൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെന്നത്, ആ സമയത്തായിരിക്കും വിനോദ് താഴോട്ട് ഇറങ്ങി വന്നത് എന്ന് പറയുന്നു. ഇവള് പറയുന്നത് കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കോൺസ്റ്റബിളിനെ അവളുടെ വീട്ടിലേക്ക് അയക്കുന്നു. മാനസേനയും കൂട്ടി കോൺസ്റ്റബിൾ വിക്രമിന്റെ അടുത്തേക്ക് വരുന്നു. വിക്രം അവളോട് പേരെന്താന്നൊക്കെ ചോദിക്കുന്നു. എത്രയിലാണ് പഠിക്കുന്നത് എന്ന് ചോദിക്കുന്നു. അവൾ 9ലാണ് പഠിക്കുന്നത്. വിക്രം അവളോട് ദിവ്യ മരിച്ച കാര്യം പറയുന്നു. അത് കേട്ടിട്ട് അവളൊന്ന് ഞെട്ടുന്നത് കണ്ടിട്ട് നിന്റെ അമ്മയാണ് കൊന്നതെന്നുള്ള സംശയമാണ് ഞങ്ങൾക്കുള്ളത് എന്ന് പറയുന്നു. അത് കേട്ടിട്ട് അവള് പറയുന്നത് എന്റെ അമ്മ അങ്ങനെ ഒരിക്കലും ചെയ്യത്തില്ല എന്ന്, നിന്റെ അമ്മയല്ല ചെയ്തെന്ന് നീ തെളിയിക്കാൻ
പഠിക്കാൻ ആഗ്രഹിക്കുവാണെങ്കിൽ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിനൊക്കെ നീ മറുപടി പറയണം എന്ന് അവളോട് പറയുന്നു. അത് കേട്ടിട്ട് മാനസ പറയുന്നു, സാർ എന്ത് ചോദിച്ചാലും ഞാൻ പറയാം എന്ന് പറയുന്നു. വിക്രം ഡയറക്റ്റ് ആയിട്ട് മാനസയോട് ചോദിക്കുന്നു, നീ എന്തിനാണ് ദിവ്യനെ കൊന്നതെന്ന്. ഇത് കേട്ടിട്ട് എല്ലാവരും ഞെട്ടുന്നു. മാനസ എന്തിന് ദിവ്യനെ കൊല്ലണം എന്നായിരുന്നു എല്ലാവരുടെയും ചോദ്യം. ആ സമയത്ത് വിക്രം അവിടെ ഇരുന്ന് ടൂബിക് എടുത്തോണ്ട് വന്ന് മാനസയുടെ നഖത്തിൽ ഒട്ടിപ്പിടിച്ചിരുന്ന എന്തോ എടുത്ത് ലാബ് ടെസ്റ്റിന് വേണ്ടിയിട്ട് കൊടുക്കുന്നു. മാനസയാണ് ദിവ്യനെ കൊന്നതെങ്കിൽ ദിവ്യയുടെ ശരീരത്തുള്ള ആ പാട് ഇവള് മാന്തിട്ടല്ലേ വന്നത്, അപ്പോ അതിന്റെ സ്കിൻ പാർട്ടിക്കിൾസ് ഇവളുടെ നഖത്തിൽ കാണുമെന്നും പറഞ്ഞാണ് ഇത് ലാബ് ടെസ്റ്റിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത്. അത് മാത്രമല്ലാതെ ഒരു കമ്മലിന്റെ കല്ല് പോലെ ഒരു കല്ലും കൂടി വിക്രമിന്റെ കയ്യിൽ ആദ്യം കിട്ടുന്നു. അതും കൂടി വെച്ച് നോക്കുമ്പോൾ വെയിൽ കടന്നത് അവളുടെ കമ്മലിലുള്ള ആ ഒരു സ്റ്റോൺ ആണെന്നാണ് വിക്രം തീർച്ചയായിട്ടും പറയുന്നത്. അത് മാത്രമല്ല മാനസയുടെ കഴുത്തിലും ദിവ്യയുടെ കഴുത്തിലും അതുപോലെ സെയിം ആയിട്ടുള്ള പാടുകൾ ഉണ്ടായിരുന്നു. മാനസനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്മി ഈ കുറ്റം ഏറ്റെടുക്കുവാണെങ്കിൽ ലക്ഷ്മി ഒരുപാട് ദിവസം ജയിലിൽ കിടക്കേണ്ടി വരും. പക്ഷെ മാനസ അത് സമ്മതിക്കുവാണെങ്കിൽ മാനസ ഇത്തിരി ദിവസം ജയിലിൽ കിടക്കേണ്ട ആവശ്യം വരത്തില്ല എന്നും വിക്രം പറയുന്നു. ഇതൊക്കെ കേട്ടിട്ട് ലക്ഷ്മി പറയുന്നു, അവളല്ല ഞാനാണ് ചെയ്തതെന്ന്. ഇപ്പൊ മാനസ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. രാത്രിയിൽ മഴ പെയ്തുകൊണ്ടിരുന്ന സമയത്ത് ലക്ഷ്മി മാനസനെ നോക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് ചെല്ലുന്നു. വീടിനുള്ളിൽ എല്ലാ ചവറുകളും ചോരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അത് ശരിയാക്കാൻ കുറച്ച് സമയമെടുക്കും, അതുവരെ ഞാൻ കുഞ്ഞിനെ ഒറ്റയ്ക്കാണ് വിട്ടിട്ട് വന്നിരിക്കുന്നത്, നീ അവൻ പേടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവന്റെ അടുത്ത് പോയി ഒന്ന് നിൽക്കുന്നും പറഞ്ഞ് മാനസനെ ലക്ഷ്മി അങ്ങോട്ട് വിടുന്നു. അങ്ങനെ മാനസ അവിടെ അമ്മനെ നിർത്തിയിട്ട് ദിവ്യയുടെ വീട്ടിലേക്ക് വരുന്നു. കുഞ്ഞിന്റെ കരച്ചിലിന് കേട്ടിട്ട് അവൾ ആ കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്ന സമയത്ത് ലക്ഷ്മി ലക്ഷ്മി എന്നും പറഞ്ഞ് ദിവ്യ വിളിക്കുന്ന ഒച്ച അവൾ കേൾക്കുന്നു. എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവൾ അങ്ങോട്ട് ചെല്ലുന്നു. ഇവളെ കണ്ട ദിവ്യക്ക് ദേഷ്യം വരുന്നു. നിന്റെ അമ്മ എവിടെയാടി എന്ന് ചോദിച്ച് വഴക്ക് കൂടിക്കൊണ്ട് മര്യാദയ്ക്ക് ഗ്ലാസ് ഒക്കെ ക്ലീൻ ചെയ്യുന്ന അവളോട് പറയുന്നു. മാനസ ആ ഗ്ലാസിന്റെ ചില്ലുകളൊക്കെ പെറുക്കി എടുത്തോണ്ടിരുന്ന സമയത്ത് ദിവ്യ ജയറാമിനോടുള്ള ദേഷ്യം, നീയും നിന്റെ അമ്മയൊക്കെ നാണം കെട്ട ജന്മങ്ങളാണ്, പൈസയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ആരുടെ കൂടെ വേണമെങ്കിലും കിടക്കും എന്നൊക്കെ പറഞ്ഞിട്ട് മാനസയ്ക്കിട്ട് ഒരു തൊഴി വെച്ച് കൊടുക്കുന്നു. ദേഷ്യം വന്ന മാനസ ദിവ്യയുടെ മുഖത്തിട്ട് ഒരു അടി വെച്ച് കൊടുക്കുന്നു. തിരിച്ച് ദിവ്യയും അവളെ ഉപദ്രവിക്കുന്നു. ഇവര് രണ്ടുപേരുടെയും ഉള്ളിലുള്ള പിടിവലിക്കിടയിൽ മാനസ ദിവ്യനെ പിടിച്ച് തള്ളിവിടുന്നു. ദിവ്യയുടെ തല പോയി ഭിത്തിയിൽ ഇടിച്ചിട്ട് ദിവ്യ അൺകോൺഷ്യസ് ആകുന്നു. പേടിച്ചു പോയിട്ട് മാനസ വീട്ടിലേക്ക് ഓടിച്ചെന്ന് ലക്ഷ്മിയോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നു. ലക്ഷ്മി മാനസയും കൂടെ തിരിച്ചു വീട്ടിലേക്ക് ഓടി വന്ന് നോക്കിയപ്പോ അവക്ക് ജീവൻ ഉണ്ടായിരുന്നില്ല. ദിവ്യേനെ കൊലപ്പെടുത്തിയത് മാനസയാണെന്ന് പുറത്തറിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസ് അവളെ അറസ്റ്റ് ചെയ്യുമെന്ന് പേടിച്ചിട്ട് മാനസയും ലക്ഷ്മിയും കൂടിയാണ് ഇവള് തന്നെ സൂസൈഡ് അറ്റംപ്റ്റ് ചെയ്തതുപോലെ ഇവളെ കെട്ടിത്തൂക്കിയിടുന്നത്. മാനസയുടെ മനസ്സിൽ എപ്പോഴും ദിവ്യേനെ കൊല്ലണമെന്നുള്ള ഒരു ആഗ്രഹവും ഉണ്ടായിരുന്നെന്ന് വിക്രം മനസ്സിലാക്കുന്നു. അതെന്താണെന്ന് വിക്രം അവളോട് ചോദിക്കുന്നു. അന്നേരം അവള് പറയുന്നു, അവള് സ്കൂളിൽ പഠിക്കുമ്പോ എല്ലാ കുട്ടികളും അവളെ അച്ഛനില്ലാത്തത് കൊണ്ട് അങ്ങനെ എന്നും എല്ലാ പിള്ളേരും കളിയാക്കുന്നത് കൊണ്ട് ലക്ഷ്മിയോട് അവളുടെ അച്ഛൻ ആരാണെന്ന് പറയാൻ പറഞ്ഞ് ചോദിക്കുന്നു. ലക്ഷ്മിയോട് എന്തോരം ചോദിച്ചിട്ടും ലക്ഷ്മി പറയാത്തത് കൊണ്ട് അവള് സ്വന്തം കയ്യിലെ വെയിൻ വെടി മുറിക്കുന്നു. മാനസ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് ലക്ഷ്മി എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നു. അവളുടെ അച്ഛൻ വേറെ ആരുമല്ല ജയറാമാണെന്നുള്ള കാര്യം മാനസയോട് ലക്ഷ്മി പറയുന്നു. മാനസയ്ക്ക് അത് മനസ്സിലായതോടുകൂടി പല ആഗ്രഹങ്ങളും മനസ്സിൽ തോന്നാൻ തുടങ്ങുന്നു. മാനസയുടെ അച്ഛനും അമ്മയും ഒന്നിച്ച് ആ വീട്ടിൽ ജീവിക്കുവാണെങ്കിൽ ദാരിദ്ര്യം നിറഞ്ഞ ആ ജീവിതത്തിൽ നിന്ന് ഒരു മോചനം കിട്ടുമെന്നും അച്ഛനില്ലാത്ത കുട്ടിയെന്ന് ഇനി ആരും കളിയാകില്ലെന്നും അവക്ക് തോന്നുന്നു. അവൾ ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നതിന്റെ ഇടയിൽ അവൾ കാണുന്നത് ജോലിക്കാരിയായ ലക്ഷ്മിനെ ദിവ്യ എപ്പോഴും മഴ കൂടുന്നതാണ്. ദിവ്യ എങ്ങനെ പെരുമാറുന്നത് ഒട്ടും മാനസയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. എന്നെങ്കിലും ഒരു ദിവസം ദിവ്യനെ കൊല്ലണമെന്ന് ഇവളുടെ മനസ്സിനുള്ളിൽ ആഗ്രഹമുണ്ടായിരുന്നെന്ന് ഇവള് വിക്രമനോട് പറയുന്നു. നെക്സ്റ്റ് സീനിൽ കാണിക്കുന്നത് മാനസേനെയും ലക്ഷ്മിനെയും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതാണ്. അടുത്ത ദിവസം ഫോറൻസിക് റിപ്പോർട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വിക്രമും ആദിത്യയും അങ്ങോട്ട് ചെന്നിട്ടുണ്ട്. ഡോക്ടർ അവരോട് പറയുന്നുണ്ട്, റിപ്പോർട്ട് കുറച്ച് ലേറ്റ് ആകും, കാരണം വേറെ കുറച്ച് കാര്യങ്ങളും കൂടി ഞങ്ങൾ ഇതിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അത് വേറെ സ്ഥലത്തേക്ക് ഞങ്ങൾ അയച്ചിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യണമെന്ന് പറയുന്നു. ദിവ്യ മരിച്ചത് തലപ്പിരിയിൽ ഇടിച്ചിട്ടൊന്നുമല്ല, അതുകൊണ്ട് ചെറിയ സ്ക്രാച്ചസ് മാത്രമേ അവളുടെ തലയിൽ ഉണ്ടായിട്ടുള്ളൂ. അവളുടെ ബോഡിയിൽ പോയിസൺ ഉള്ളതായിട്ടാണ് ഫോറൻസിക് റിപ്പോർട്ടിൽ കാണിക്കുന്നതെന്ന് പറയുന്നു. ആ പോയിസൺ ഒരു റിയർ കോംബോ ആണ്, അതെന്താണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല ഞങ്ങൾക്ക്. അതിന്റെ ടെസ്റ്റ് റിസൾട്ട് വന്നാൽ മാത്രമേ ആ കോംബോ എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുള്ളൂ. ദിവ്യയുടെ മരണത്തിന് കാരണക്കാരികളാണെന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ലക്ഷ്മിയും മാനസയും നിരപരാധികളാണ്. അതെന്താ ഞാൻ അങ്ങനെ പറയുന്നെന്ന് വെച്ചാൽ ദിവ്യ മരിച്ചിരിക്കുന്നത് പോയിസൺ ഉള്ളിൽ ചെന്നിട്ടാണ്. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇവര് രണ്ടുപേരും ജയറാമിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. പോയിസൺ ഉള്ളിൽ ചെന്നാണ് ദിവ്യ മരിച്ചതെന്ന് ജയറാമിനോട് അവര് പറയുന്നു. അത് കേട്ട് ജയറാം ഷോക്ക് ആകുന്നു. ആ സമയം വെള്ളം കുടിച്ചുകൊണ്ടിരുന്ന വിനോദ് അവന്റെ വെള്ളം താഴെ ഇട്ടേച്ച് ഓടി മുകളിലേക്ക് കയറി ചെല്ലുന്നു. ഇവര് രണ്ടുപേരും അവന്റെ പുറകെ ഓടി ചെല്ലുന്നു. അവനൊരു ഷെൽഫിന്റെ ബാക്കിലേക്ക്
കയ്യിലേക്ക് പോയി ഒളിച്ചിരിക്കുന്നു. അന്നേരം വിക്രം അവന്റെ മുറി മുഴുവനും ഷെൽഫ് മുഴുവനും പരിശോധിക്കുന്നു. അന്നേരം ഒരു ഷെൽഫ് മാത്രം ലോക്കാക്കി വെച്ചിരിക്കുന്നത് ഇവര് കാണുന്നു. അതിന്റെ കീ എന്തെന്ന് ചോദിച്ചപ്പോ അത് കുറച്ചു ദിവസം മുമ്പ് നഷ്ടപ്പെട്ടെന്ന് പറയുന്നു. ജയറാം പറയുന്നു അതിന്റെ ഉള്ളിൽ സാധനങ്ങളൊന്നുമില്ല, അതുകൊണ്ട് ഈ ഷെൽഫ് മാത്രമേ അവൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ എന്ന് പറയുന്നു. പക്ഷെ അതിലേക്ക് നോക്കിയപ്പോ വിക്രമിന് അതിന്റെ അകത്ത് സാധനങ്ങൾ ഉള്ളതുപോലെ ഒരു ഡൗട്ട് തോന്നുന്നുണ്ട്. വിക്രം അവിടെ എല്ലാം സെർച്ച് ചെയ്തപ്പോ അമ്മയുടെ ഫോട്ടോ ഒരിക്കുന്നത് കാണുന്നു. അതെടുത്ത് നോക്കിയപ്പോ അതിന്റെ പുറകിലായിട്ട് അതിന്റെ കീ അവൻ ഒളിച്ചു വെച്ചിരിക്കുന്നത് ഇവർ കണ്ടുപിടിക്കുന്നു. വിക്രം അതെടുത്ത് ഷെൽഫ് തുറന്ന് നോക്കിയപ്പോ അതിന്റെ ഉള്ളിൽ മുഴുവനും അവന്റെ അമ്മയുടെ സാരികളാണ് ഉള്ളത്. ആ സാരികളൊക്കെ വെച്ചിരിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് ഏതോ ഒരു മരുന്നുള്ള ഒരു കുപ്പി അവന്റെ കയ്യിൽ കിട്ടുന്നു. ജയറാമും വിനോദും അവനെ വിളിച്ചിട്ട് അവൻ പുറത്ത് വരാതെ ഇരിക്കുന്നു. അന്നേരം വിക്രം അവനോട് പറയുന്നുണ്ട് ഈ ഒരു ഷെൽഫിലുള്ള എല്ലാ സാധനങ്ങളും അവന്റെ അമ്മയുടെയാണ്, പക്ഷെ ഈ മരുന്ന് മാത്രം ഇവിടെ നിന്ന് വന്നു എന്ന് ചോദിക്കുന്നു. ആ കുപ്പിയിലിരുന്ന മരുന്ന് ആ മുടിയിലേക്ക് ഒഴിച്ചിട്ട് ജയറാമിന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് അത് കുടിക്കാൻ പറയുന്നു. ജയറാമിന് അത് എന്താണെന്ന് അറിയത്തില്ല. അത് കുടിക്കാൻ വേണ്ടിയിട്ട് ജയറാം എടുത്തപ്പോഴത്തേനും ആ പുറകിൽ ഒളിച്ചോണ്ടിരുന്ന് വിനോദ് ഓടി വന്നിട്ട് അത് കുടിക്കരുതെന്ന് പറയുന്നു. എന്നിട്ട് ജയറാമിന്റെ കയ്യിൽ നിന്ന് അത് തട്ടി മാറ്റി കളയുന്നു. അന്നേരം ജയറാം അവനോട് ചോദിക്കുന്നുണ്ട് ഇതെന്താണെന്ന്. അന്നേരം അവനൊന്നും മിണ്ടാതിരിക്കുന്ന കണ്ടിട്ട് എല്ലാരും മാറി മാറി അവനോട് ചോദിക്കുന്നുണ്ട്. അന്നേരം വിനോദ് പറയുന്നു അത് കുടിച്ചിട്ടുണ്ടെങ്കിൽ മരിച്ചു പോകുമെന്ന്. ദിവ്യയ്ക്ക് പോയിസൺ ഒഴിച്ചു കൊടുത്തത് വിനോദാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാകുന്നു. ഇപ്പോഴാണ് ആ കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. അന്ന് രാത്രി കുട്ടി കിടന്ന് കരഞ്ഞത് കൊണ്ട് വിനോദ് താഴോട്ട് ഇറങ്ങി ചെന്നില്ലായിരുന്നു. ആ സമയത്ത് ലക്ഷ്മിയോട് കുറച്ച് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞ് ദിവ്യ പറയുന്നത് അവൻ കേൾക്കുന്നു. അവിടെ ലക്ഷ്മി ഇല്ലാത്തത് കൊണ്ട് ആ സമയത്ത് അവിടെ ഇരുന്ന് ജ്യൂസ് എടുത്ത് അതിൽ ഈ മരുന്നൊഴിച്ച് വിനോദ് കൊണ്ടുപോയി കൊടുക്കുന്നു. ലക്ഷ്മിക്ക് പകരം ഇവൻ എന്തിനാണ് വന്നതെന്ന് അവൾ ചിന്തിച്ചെങ്കിലും അവൾ ആ ജ്യൂസ് വാങ്ങിച്ചു കുടിക്കുന്നു. ആ ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാണ് മാനസ അങ്ങോട്ട് വരുന്നത്. മാനസയ്ക്കും ദിവ്യയ്ക്കും തമ്മിൽ വഴക്കുണ്ടായി. മാനസ ഇവളെ പിടിച്ച് ഭിത്തിയിലേക്ക് തള്ളിവിടുന്നു. മാനസയും ലക്ഷ്മിയും കൂടെ എന്താണ് ഓർത്തെന്ന് വെച്ചാൽ മാനസ തള്ളിവിട്ടത് കൊണ്ടാണ് ദിവ്യ മരിച്ചുപോയതെന്ന്. പക്ഷെ അതിനു മുമ്പ് തന്നെ വിനോദ് കൊടുത്തിരുന്ന ആ ജ്യൂസിലുള്ള വിഷം അവൾ കുടിച്ചിട്ടുണ്ടായിരുന്നു. വിനോദ് എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് വിക്രം അവനോട് ചോദിച്ചു. അവൻ പറയുന്നു ആ ലേഡി ഒരു ഡെവിലായിരുന്നെന്ന്. വിനോദിന്റെ അവനെ അമ്മേനെ ഒത്തിരി ഇഷ്ടമായിരുന്നു. അമ്മയും അച്ഛനും എപ്പോഴും വഴക്കുണ്ടാക്കുന്നത് അവൻ പലപ്പോഴായിട്ടും കാണാറുണ്ട്. ഇങ്ങനെ ഒരു ദിവസം ഇവര് രണ്ടുപേരും വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോ അവൻ പേടിച്ച് ഒളിച്ചു നിൽക്കുമായിരുന്നു. അന്നേരം ജയറാമിനോട് സരസ്വതി പറയുന്നു നിങ്ങളുടെ കൂടെ ജീവിക്കുന്നതിലും ഭേദം ഞാൻ ഏതെങ്കിലും ചെയ്ത് ചാകാൻ പോകുവാന്ന് പറയുന്നു. അത് കേട്ടിട്ട് ജയറാം പറയുന്നു അന്നാ നീ പോയി ചാകെന്ന് പറയുന്നു. അന്നേരത്തിന് സരസ്വതി എന്ത് ചെയ്യുന്നു അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു വിഷക്കുപ്പി എടുത്ത് അത് കുടിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കും. അന്നേരത്തിനും ജയറാം അത് അവളുടെ കയ്യിൽ നിന്ന് തട്ടി മാറ്റുന്നു. ഇത് കണ്ടിട്ട് വിനോദ് ആ കുപ്പി എടുത്ത് ഒളിച്ചു വെക്കുന്നു. അമ്മ എങ്ങാനും ഇതെടുത്ത് കുടിച്ചെങ്കിലോ എന്നോർത്ത് അവൻ അതെടുത്ത് ഒളിച്ചു വെക്കുന്നത്. എന്നിട്ട് അവൻ സരസ്വതിയോട് പറഞ്ഞു അമ്മയെ ഒരിക്കലും എന്നെ വിട്ടിട്ട് പോകരുതെന്ന്. അന്നേരം അവള് പറഞ്ഞു ഇല്ല ഞാൻ അച്ഛനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്, ഞാൻ കുഞ്ഞിനെ വിട്ടിട്ട് എങ്ങോട്ടും പോകില്ലെന്ന് പറയുന്നു. പക്ഷെ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും സരസ്വതിക്ക് ക്യാൻസർ വന്ന് സരസ്വതി മരിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം വിനോദ് ഒത്തിരി ഡിപ്രഷനിലേക്ക് ആകുന്നു. ആ സമയത്താണ് ജയറാം വേറെ ഒരു സ്ത്രീനെ കല്യാണം കഴിച്ചുകൊണ്ട് വരുന്നത്. ജയറാം ദിവ്യനെ വിവാഹം കഴിച്ചിരുന്നാലും ദിവ്യ ഒരിക്കലും വിനോദിന് ഒരു അമ്മയായിട്ടല്ല പെരുമാറിയത്. എപ്പോഴും അവൾ അവനെ വഴക്കുടിക്കൊണ്ടിരിക്കും. ആ കുഞ്ഞിന്റെ അടുത്ത് അവൻ വന്ന് നിൽക്കുന്നത് പോലും ഇവക്ക് ഇഷ്ടമല്ലായിരുന്നു. ഇങ്ങനെ അവൾ ഓരോ ദിവസം അവനോട് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് അവളെ അവൻ ഒത്തിരി വെറുക്കാൻ തുടങ്ങുന്നു. സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയ വിക്രം വിനോദിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നു. സ്റ്റേഷനിലെത്തിയപ്പോഴാണ് വിക്രമിന് ഫോറൻസിക് റിപ്പോർട്ട് വന്നെന്നും പറഞ്ഞ് ഡോക്ടർ കോൾ ചെയ്യുന്നത്. ദിവ്യയുടെ ബോഡിയിൽ കിട്ടിയ സബ്സ്റ്റൻസ് യഥാർത്ഥത്തിൽ വിനോദ് കൊടുത്ത പോയിസൺ ആയിരുന്നില്ല. വിനോദ് പോയിസണാന്നും പറഞ്ഞ് കൊടുത്തത് കോഫ് സിറപ്പ് ആയിരുന്നു. അത് അധികം കഴിച്ചാലും വോമിറ്റിങ്ങോ ലൂസ് മോഷനോ വരത്തുള്ളൂ. പിന്നെ എങ്ങനെ ഒരാൾ മരണപ്പെടും എന്നുള്ള ചോദ്യമാണ് അവിടെ വന്നത്. പക്ഷെ ദിവ്യയുടെ ബോഡിയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് റെയർ ആയിട്ടുള്ള ഒരു ഡ്രഗ് ആണ്. അതങ്ങനെ ഈസി ആയിട്ട് ആർക്കും തന്നെ കിട്ടത്തില്ല. അതൊരു സ്ലോ പോയിസൺ ആണ്. ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4-5 മണിക്കൂർ കഴിഞ്ഞേ ആള് മരണപ്പെടുകയുള്ളൂ. ഇതിൽ ഏറ്റവും വലിയ അതിശയം എന്താണെന്ന് വെച്ചാൽ ഈ ഡ്രഗ് പോസ്റ്റ്മോർട്ടത്തിൽ പോലും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ആ സമയത്ത് വിക്രമിനെ ജയറാമ കോൾ ചെയ്യുന്നു. ആ കോള് കണ്ട് ടെൻഷനായിട്ട് വിക്രം എണീറ്റ് പുറത്തേക്ക് പോകുന്നത് കണ്ടിട്ട് അവന്റെ പിന്നാലെ തന്നെ ആദിത്യയും എണീറ്റ് പോകുന്നു. വീട്ടിലേക്ക് വേഗം വരാൻ പറയുന്നുണ്ട്. അത് കണ്ടിട്ട് അവര് രണ്ടുപേരും കൂടി വീട്ടിലേക്ക് ചെല്ലുന്നു. അവിടെ ചെന്നപ്പോഴത്തേക്കും ജയറാം അടുത്തുള്ള അയൽവാസിനെ പരിചയപ്പെടുത്തുന്നു. അന്നേരം അയാൾ പറയുന്നു ദിവ്യ മരിച്ച ആ ദിവസം ഒരു സ്ട്രേഞ്ചറിനെ വീട്ടിന്റെ അടുത്ത് ഞാൻ കണ്ടെന്ന് പറയുന്നു. അയാള് ഡൽഹിക്ക് പോകാനിരുന്ന സമയത്താണ് ഈ സ്ട്രേഞ്ചറിനെ കണ്ടത്. ഇപ്പോഴാണ് ഇയാള് ഡൽഹിയിൽ നിന്ന് തിരിച്ചു വന്നത്. അന്നേരമാണ് ദിവ്യ മരിച്ചെന്നുള്ള കാര്യം ഇവൻ മനസ്സിലാകുന്നത്. അന്ന് രാത്രി നല്ല മഴ പെയ്തുകൊണ്ടിരുന്ന സമയമായതുകൊണ്ട് ശരിക്കും ക്ലിയർ ആയിട്ട് ആ ഫേസ് കണ്ടില്ലെന്നാണ് ഈ മനുഷ്യൻ പറയുന്നത്. അയാൾ ഒരു റെയിൻകോട്ടും ക്യാപ്പും ധരിച്ചിരുന്നത് കൊണ്ട് ഫേസ് ക്ലിയർ ആയിട്ട് കണ്ടില്ലെന്നാണ് ഈ മനുഷ്യൻ പറയുന്നത്. എന്നിട്ട് ആ മനുഷ്യൻ പറയുന്നു എന്റെ വീട്ടിന് ടെറസിൽ ഒരു CCTV ക്യാമറയുണ്ട്, അതെടുത്ത് നിങ്ങൾ ചെക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു എവിഡൻസ് കിട്ടുമെന്ന്
പറയുന്നു. അതുപോലെ ആ CCTV ക്യാമറയുടെ എവിഡൻസ് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഏകദേശം ജയറാമിനെ പോലെ ഉള്ള ഒരു എവിഡൻസ് ആണ് അവർക്ക് കിട്ടുന്നത്. അതുകൊണ്ട് വിക്രം അവരോട് പറയുന്നു, നിങ്ങൾ ആരും സിറ്റി വിട്ട് പുറത്തു പോകരുത്, കേസ് ക്ലോസ് ചെയ്യുന്നവരെമെന്ന്. വിക്രം ഒരു വാച്ച് റിപ്പയർ ചെയ്യുന്ന കടയ്ക്ക് പോകുന്നത് പോലെയും കാണിക്കുന്നുണ്ട്. അങ്ങനെ ഈ കേസിന്റെ എവിഡൻസ് എന്തായിരിക്കും എന്നറിയാതെ തല പുകഞ്ഞിരിക്കുന്ന വിക്രമിന് ഒരു കോള് വരുന്നുണ്ട്. ആ കോൾ എടുത്തപ്പോഴാണ് ഫോറൻസിക് റിപ്പോർട്ട് ലാബിലേക്ക് ആ ഡോക്ടർ വരാൻ പറഞ്ഞാണ് പറയുന്നത്. അങ്ങോട്ട് വിക്രം ചെല്ലുന്നു. ആ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് ലാബിലേക്ക് ചെന്നപ്പോ അവിടെ ഫയർ ആക്സിഡന്റ് സംഭവിച്ചത് കൊണ്ട് അവിടെ ഇരുന്ന എല്ലാ റെക്കോർഡ്സും നശിച്ചു പോയെന്നാണ് പറയുന്നത്. അങ്ങനെ അവിടെയെല്ലാം ചെക്ക് ചെയ്തപ്പോ അവിടെ നിന്ന് ഒരു ചെറിയ ഒരു പേപ്പറിന്റെ കഷ്ണം കിട്ടുന്നുണ്ട്. അത് എടുത്ത് എന്താണെന്ന് വിക്രം നോക്കിയപ്പോ അതിൽ നിന്ന് ആദിത്യയുടെ ഒരു ഫോട്ടോയാണ് കിട്ടുന്നത്. കോൺസ്റ്റബിളിനോട് വിക്രം കുറ്റവാളി ആരാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചെന്നും പറഞ്ഞിട്ട് ആദിത്യനെ തേടി വിക്രം പോകുന്നു. വിക്രം ആദിത്യനെ അന്വേഷിച്ച് അവന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. അവിടെ ചെന്നപ്പോ TV ഓണിലാണ് ഇരിക്കുന്നത്. ചായ കുടിച്ചിട്ട് വെച്ചിരുന്ന കപ്പും അവിടെ ഇരിപ്പുണ്ട്. പക്ഷെ ആദിത്യ അവിടെ ഇല്ല. വിക്രം ആ വീടിനുള്ളിലെല്ലാം ചെന്ന് സെർച്ച് ചെയ്തുകൊണ്ടിരുന്നു. ആ കേസിന്റെ ഡീറ്റെയിൽസ് എല്ലാം ആദിത്യ ഒരു ബോർഡിൽ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് വിക്രം കാണുന്നു. വിക്രം ഇതെല്ലാം പരിശോധിച്ചുകൊണ്ടിരുന്നപ്പോ ബാക്കിലൂടെ വന്നിട്ട് ആദിത്യ അവനെ അറ്റാക്ക് ചെയ്യുന്നു. ഇങ്ങനെ ഒരു വലിയ ഫൈറ്റ് സീൻ തന്നെ ഇവിടെ സംഭവിക്കുന്നു. കുറച്ചു സമയം കഴിഞ്ഞ് അടുത്ത സീനിൽ കാണിക്കുന്നത് ബോധം തെളിഞ്ഞേക്കുന്ന വിക്രമിനെ ആദിത്യ കെട്ടിയിട്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. വിക്രമിനോട് ആദിത്യ പറയുന്നു, നീ ഒരു വലിയ ഇന്റലിജന്റ് പോലീസ് ഓഫീസർ തന്നെയാണ്, എന്തോരം ഇന്റലിജന്റ് ആയിട്ടാണ് നീ ഓരോ കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് വരുന്നത്. അന്നേരം വിക്രം അവനോട് തിരിച്ചു ചോദിക്കുന്നു, ദിവ്യനെ കൊന്നതുപോലെ എന്നെ നീ കൊല്ലാനാണോ പ്ലാൻ ചെയ്യുന്നതെന്ന്. അന്നേരം ചിരിച്ചുകൊണ്ട് ആദിത്യ പറയുന്നു, ട്വിസ്റ്റ് അതല്ലല്ലോ, ദിവ്യനെ കൊന്നത് ഞാനല്ലല്ലോ, നീയല്ലേ. ഇവിടെയാണ് ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. ദിവ്യനെ ശരിക്കും കൊന്നത് വിക്രമാണ്. ആദിത്യക്ക് സ്റ്റാർട്ടിങ്ങിലൊന്നും വിക്രമിന്റെ മേളിൽ ഡൗട്ട് ഇല്ലായിരുന്നു. ആ CCTV ഫുട്ടേജ് കണ്ടേ പിന്നെയാണ് ആദിത്യക്ക് ദിവ്യക്ക് ഏതാണ്ട് ഒരു ഇല്ലീഗൽ കോണ്ടാക്ട് ഉണ്ടെന്നുള്ള ഒരു സംശയം വരാൻ തുടങ്ങിയത്. അങ്ങനെ ദിവ്യയുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ദിവ്യ പഠിച്ചു വളർന്ന സ്ഥലത്തേക്ക് ആദിത്യ പോകുന്നു. അങ്ങോട്ട് ചെന്നപ്പോ ദിവ്യയുടെ കുറച്ച് സാധനങ്ങളൊക്കെ ആദിത്യയുടെ കയ്യില് അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ എടുത്തു കൊടുക്കുന്നു. അപ്പൊ അതിൽ നോക്കിയപ്പോ ദിവ്യയുടെ കുറച്ച് ഫോട്ടോസും പിന്നെ ആദിത്യക്ക് അതിന്റെ അകത്തുനിന്ന് ഒരു കത്തും കിട്ടുന്നു. ആ കത്ത് വേറെ ആരുടെയുമല്ല, ദിവ്യക്ക് വേണ്ടിയിട്ട് വിക്രം എഴുതിയ കത്താണ്. ആ കത്ത് വായിച്ചപ്പോ ദിവ്യയുടെ മേളിലും വിക്രമിന്റെ മേളിലും അവന് ഡൗട്ട് വരുന്നു. അന്ന് തൊട്ട് വിക്രമിന്റെ മേളില് ഇവനൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ദിവ്യയുടെ ബോഡിയിൽ നിന്ന് കിട്ടിയ ആ ഡ്രഗിന്റെ നെയിം പറഞ്ഞപ്പോ തൊട്ട് വിക്രമിന്റെ പെരുമാറ്റത്തിൽ ഡിഫറൻസ് വന്നത് ആദിത്യ നോട്ട് ചെയ്തുകൊണ്ടാണ് ഇരുന്നത്. ഒരു ദിവസം വിക്രം വാച്ച് കടയിൽ റിപ്പയർ ചെയ്യാൻ വേണ്ടിട്ട് പോകുന്നത് ആദിത്യ നോട്ട് ചെയ്യുന്നു. എന്നിട്ട് അവന്റെ പുറകെ ചെന്നിട്ട് അതെന്തിനാണ് വിക്രം വന്നിട്ട് പോയതെന്ന് അന്വേഷിക്കുന്നു. അന്നേരം വാച്ചിന്റെ ക്രൗൺ മാറ്റാൻ വേണ്ടിയിട്ടാണ് വിക്രം വന്നത് എന്നുള്ള കാര്യം അവര് പറയുന്നു. ദിവ്യ മരിച്ച സമയത്ത് സെർച്ച് ചെയ്യാൻ വേണ്ടിട്ട് വിക്രം വന്ന സമയത്തൊക്കെ വിക്രമിന്റെ കയ്യിലുണ്ടായിരുന്ന വാച്ച് സ്റ്റോപ്പ് ആയിരിക്കുമായിരുന്നു. അതുകൊണ്ടെല്ലാം സമയം നോക്കിയത് അവൻ വാൾ ക്ലോക്കിൽ നോക്കിയായിരുന്നു. ഇതൊക്കെ ആദിത്യ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. വിക്രമിന്റെ വാച്ച് ഏത് സമയത്താണോ നിന്നു പോയത് ആ സമയത്ത് തന്നെയായിരുന്നു ദിവ്യ മരണപ്പെട്ടതും എന്നും ഇവൻ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു. ദിവ്യയുടെ വീടിന്റെ ഭാഗത്തൂടെ എല്ലാം പരിശോധിച്ച ആദിത്യക്ക് വിക്രമിന്റെ കയ്യിലിരുന്ന ആ വാച്ചിന്റെ ക്രൗൺ കിടന്നു. അതിന്റെ അകത്ത് ഏതാണ്ട് ഒരു സബ്സ്റ്റൻസ് ഇരിക്കുന്നതും ആദിത്യ കണ്ടുപിടിക്കുന്നു. അവന് ഡൗട്ട് അധികമായിരുന്നത് കൊണ്ട് അവൻ അത് ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് അയച്ചിരുന്നു. അതിന്റെ റിപ്പോർട്ട് വന്നപ്പോഴാണ് മനസ്സിലാക്കിയത് ആ ഡ്രഗ് തന്നെയാണ് ദിവ്യയുടെ ശരീരത്തുണ്ടായിരുന്ന ഡ്രഗ് എന്ന്. ദിവ്യയുടെ ബ്ലഡിന്റെ സാമ്പിളും ആ ക്രൗണിന്റെ പാർട്ടിൽ നിന്ന് ആദിത്യക്ക് കിട്ടുന്നു. ആ വാച്ച് ഒരു റയർ വാച്ചായിട്ട് കോസ്റ്റ്ലി വാച്ചായിട്ടുള്ളത് കൊണ്ട് അതിന്റെ എല്ലാ ഡീറ്റെയിൽസും കമ്പനിക്കാരുടെ അടുത്ത് ഉണ്ട്. അത് ആരാണ് വാങ്ങിക്കുന്നത്, എവിടെ നിന്നാണ് വാങ്ങിക്കുന്നത് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും അതിന്റെ പാർട്സിന്റെ ഡീറ്റെയിൽസും അതിന്റെ നമ്പേഴ്സും എല്ലാം കമ്പനിക്കാരുടെ കയ്യിലുള്ളത് കൊണ്ട് അത് വെച്ച് തന്നെ അത് വിക്രമിന്റെ വാച്ചാണെന്നുള്ളത് ഇവൻ പ്രൂവ് ചെയ്യുന്നു. അന്ന് രാത്രി ദിവ്യനെ കൊലപ്പെടുത്തി കഴിഞ്ഞ് വിക്രം സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. സ്റ്റേഷനിലേക്ക് കോൾ വന്നതിന് ശേഷം അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ദിവ്യയുടെ വീട്ടിലേക്ക് ചെല്ലുന്ന വിക്രം ദിവ്യയുടെ ബോഡി തൂങ്ങി നിൽക്കുന്നത് കണ്ട വിക്രം മനസ്സിലാക്കുന്നു ഈ കേസിൽ മറ്റാരാണ്ട് ഇൻവോൾവ് ആയിട്ടുണ്ടെന്ന്. അതുകൊണ്ട് അതാരാന്ന് കണ്ടെത്തിയിട്ട് ഈ മരണം അയാളുടെ മേൽ വെച്ച് കെട്ടാൻ വേണ്ടിയിട്ടാണ് വിക്രം ഇത്രയും ദിവസം ട്രൈ ചെയ്തുകൊണ്ടിരുന്നത്. ആദിത്യ ഒരു NIA ഓഫീസർ ആയതുകൊണ്ട് ഏതായാലും ആദിത്യത് കണ്ടുപിടിക്കും. അതിനു മുമ്പ് ആദിത്യനെ ഈ കേസിൽ കൊടുക്കണമെന്ന് പ്ലാൻ ചെയ്ത വിക്രം ആദിത്യനെ കൊടുക്കാൻ വേണ്ടിയിട്ട് പ്ലാനുകൾ ചെയ്യുന്നതെല്ലാം ആദിത്യ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇരുന്നത്. അതുകൊണ്ട് ആദിത്യ മുൻകൂട്ടി തന്നെ കോൺസ്റ്റബിളായ രാംബാബുവിനോട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിലും തീ വെച്ചത് വിക്രമാണ്. എന്നിട്ട് അത് ചെയ്തത് ആദിത്യയാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് അവന്റെ ID കാർഡ് എടുത്ത് രാംബാബുവിനോട് കാണിക്കുന്നു. വിക്രം തന്നെ അത് ചെയ്തിട്ട് രാംബാബു
കോൺസ്റ്റബിളിനോട് ഇക്കാര്യം പറഞ്ഞപ്പോ രാംബാബു ഞെട്ടിയതിന്റെ കാരണം ആദിത്യ മുമ്പ് തന്നെ കോൺസ്റ്റബിളിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിക്രം ആദിത്യനെ കൊടുക്കാൻ വേണ്ടിട്ട് എന്ത് വേണേലും ചെയ്യുമെന്ന് അറിഞ്ഞ് ആദിത്യ ഈ കാര്യങ്ങളൊക്കെ രാംബാബുവിനോട് പറഞ്ഞത് കൊണ്ടാണ് രാംബാബു ആ സമയത്ത് ഞെടിയത്. എന്നിട്ട് ആദിത്യ വിക്രമിനോട് പറയുന്നു, തെളിവുകളെല്ലാം നിനക്കെതിരായിട്ടാണ് ഉള്ളത്, നീ കൊല ചെയ്തതിന്റെ എല്ലാ എവിഡൻസും ഈ ഫയലിലുണ്ടെന്ന് പറയുന്നു. എന്നിട്ട് പറയുന്നു, ഇവിടെ ഞാൻ നിന്നെ ക്വയറി ചെയ്യുന്നത് പോലും റെക്കോർഡായിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇത് NIA ഓഫീസാണ്, നിന്നെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് ഇപ്പൊ ഇവിടെ എത്തും. അതിനു മുമ്പ് നീ എന്തിനാണ് ദിവ്യനെ കൊല ചെയ്തതെന്ന് ഇപ്പൊ എന്നോട് പറയണം എന്ന് പറയുന്നു. ഇപ്പോഴാണ് ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. വിക്രമിന്റെ കുട്ടിക്കാലത്തില് അവൻ ഒത്തിരി കഷ്ടപ്പാട് അനുഭവിച്ച ഒരു കുഞ്ഞായിരുന്നു. ഒരു നേരത്തെ ആഹാരം പോലും ഇല്ലാതെ ജീവിക്കുന്ന ഒരു കുഞ്ഞായിരുന്നു വിക്രം. അവൻ ലൈഫിൽ സെറ്റിൽ ആകണമെങ്കിൽ സ്റ്റഡീസ് മാത്രമേ ഉള്ളെന്ന് മനസ്സിലാക്കിയിട്ട് അവൻ നല്ലവണ്ണം പഠിക്കുന്ന ഒരു കുഞ്ഞായിരുന്നു. അവന് ജീവിതത്തിൽ തുണയായിട്ടിരുന്നത് അവന്റെ അമ്മ മാത്രമായിരുന്നു. കുറച്ചു ദിവസത്തിൽ അവന്റെ അമ്മയും എന്നേക്കുമായി അവനെ വിട്ട് ഈ ലോകത്തിൽ നിന്ന് പോകുന്നു. അവൻ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്ത് അവന്റെ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്തു. അന്നേരമാണ് ദിവ്യ അവന്റെ ജീവിതത്തിൽ എൻറ്റർ ആകുന്നത്. അവളും ഒരു ഓർഫൻ ആയതുകൊണ്ട് അവര് തമ്മിൽ ഒത്തിരി ഇഷ്ടത്തിലായിരുന്നു. ആ സമയത്താണ് വിക്രമിന് പോലീസിൽ ജോലി കിട്ടുന്നത്. അവൻ ട്രെയിനിങ്ങിലെല്ലാം ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നത് കൊണ്ട് അവനെ കണ്ടിട്ട് അവന്റെ സീനിയർ ഓഫീസിന് ഒത്തിരി ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് അയാളുടെ മകളെ തന്നെ വിവാഹം കഴിക്കാൻ പറ്റുമോ എന്ന് വിക്രമിനോട് ചോദിക്കുന്നു. ഇത്രയും നല്ല ഒരു അവസരം അവന്റെ ജീവിതത്തിൽ കിട്ടിയല്ലെന്ന് മനസ്സിലാക്കിയ വിക്രം ദിവ്യയായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ചിട്ട് വിക്രം അയാളുടെ മകളെ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നു. ദിവ്യനെ ഉപേക്ഷിച്ചെങ്കിലും അവന്റെ മനസ്സിൽ എപ്പോഴും ഒരു ഗിൽട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അവൻ ദിവ്യനെ മറക്കാൻ വേണ്ടിയിട്ട് ജോലിയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ അവന്റെ ലൈഫിലും അവൻ സെറ്റിലായി അവന്റെ വൈഫിനോടൊപ്പം ജീവിക്കുന്നു. അപ്പൊ അവന്റെ വൈഫും പ്രഗ്നന്റ് ആകുന്നു. ആ സമയത്ത് ഒരു ദിവസം ദിവ്യയുടെ അടുത്തുനിന്ന് അവനൊരു കോൾ വരുന്നു. ആദ്യമായിട്ട് ദിവ്യയുടെ ഒച്ച കേട്ടപ്പോഴത്തേനും അവൻ പയ്യെ ഒന്ന് ഞെട്ടുന്നു. ടിവിയില് അവൻ ഒരുപാട് കേസുകൾ തെളിയിച്ച ന്യൂസ് അവള് കാണുന്നു. അത് കണ്ടിട്ട് എനിക്ക് ഒത്തിരി സന്തോഷമായി വിക്രം, അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിച്ചതെന്ന് അവള് പറയുന്നു. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് അവന്റെ വൈഫിന്റെ സൗണ്ട് അവള് കേൾക്കുന്നു. അവൻ ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കിയ അവള് അവനോട് ചോദിക്കുന്നു, ഞാൻ എന്ത് തെറ്റ് നിന്നോട് ചെയ്തിട്ടാണ് നീ എന്നെ വിട്ടിട്ട് പോയതെന്ന് ചോദിക്കുന്നു. അതിന് മറുപടി പറയാൻ പറ്റില്ലാതെ നിൽക്കുന്ന വിക്രം അവന്റെ വൈഫ് വന്നതുകൊണ്ട് കോൾ കട്ട് ചെയ്യുന്നു. ഇനി അവൾ വിളിക്കൂലെന്നോർത്ത് അവൻ ഇരുന്ന സമയത്ത് എന്നും ദിവ്യ അവനെ വിളിക്കാൻ തുടങ്ങുന്നു. അത് അവനൊരു ശല്യമായിട്ട് തന്നെ മാറുന്നു. നീ എന്നെ ഉപേക്ഷിച്ചിട്ട് പോകരുത്, എന്നെ ഇവിടുന്ന് രക്ഷിക്കണം, എനിക്കിവിടെ ജീവിക്കാൻ പറ്റൂല, നീ നിന്റെ വൈഫിനെ ഉപേക്ഷിച്ചിട്ട് വാ, നമുക്ക് തമ്മിൽ ഒന്നിച്ചു ജീവിക്കാം എന്ന് പറയുന്നു. അവനാണെങ്കിൽ അവളോട് പറയുന്നു അതൊന്നും ഒരിക്കലും സാധിക്കില്ലെന്ന്. പക്ഷെ അവൾ അതൊന്നും കേൾക്കാൻ തയ്യാറായില്ലായിരുന്നു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോഴത്തേനും ദിവ്യ അവനെ പേടിപ്പിക്കാൻ തുടങ്ങുന്നു. നീ എന്റെ അടുത്ത് വന്നില്ലെങ്കിൽ ഞാൻ നിന്റെ വൈഫിനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുമെന്ന് പറയുന്നു. അവൾ ഇങ്ങനെ ശല്യം ചെയ്യുകയും ബ്ലാക്ക്മെയിൽ ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ട് വിക്രമിന് അവളെ കൊല്ലുന്നതല്ലാതെ വേറെ വഴിയില്ലെന്ന് മനസ്സിലായിട്ട് വിക്രം ഒരു കേസിൽ പിടിച്ച ഒരു ഡ്രഗ്സിൽ നിന്നും ഒരു ഡ്രോപ്പ് എടുത്ത് അവന്റെ ക്രൗൺ പാർട്ടില്, വാച്ചിന്റെ ക്രൗൺ പാർട്ടില് ഇൻസേർട്ട് ചെയ്തിട്ട് ആ വാച്ചും ധരിച്ചുകൊണ്ട് ദിവ്യനെ കാണാൻ വേണ്ടിട്ട് പോകുന്നു. അവളെ മീറ്റ് ചെയ്ത് അവളോട് സംസാരിച്ചിട്ട് നമുക്ക് ഇവിടുന്നൊക്കെ പോകാമെന്നും പറഞ്ഞ് അവളെ ആശ്വസിപ്പിച്ചിട്ട് അവളെ ഹഗ് ചെയ്തുകൊണ്ടാണ് ദിവ്യ അറിയാതെ തന്നെ ആ വാച്ചിൽ നിന്നുള്ള ക്രൗൺ പാർട്ടിൽ ഇൻസേർട്ട് ചെയ്തിരിക്കുന്ന ആ ഡ്രഗ് എടുത്ത് അവക്കിട്ട് ഇൻജെക്ട് ചെയ്യുന്നത്. ആ ഡ്രഗ് ഇൻജെക്ട് ചെയ്തപ്പോൾ അധികം വേദന ഇല്ലാത്തത് കൊണ്ട് ദിവ്യ അത് ശ്രദ്ധിക്കാതെ ഇരിക്കുന്നു. അവൾ അങ്ങനെ അവനെ ഹഗ് ചെയ്ത് തന്നെ മയങ്ങിക്കിടക്കുന്നു. അവള് മയങ്ങിക്കിടക്കുന്നതുകൊണ്ട് അവളുടെ അടുത്ത് നിന്ന് ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ട് അവൻ എണീറ്റപ്പോ അവൾ അവനോട് നിനക്ക് നമ്മുടെ കുഞ്ഞിനെ കാണണ്ടേ എന്ന് ചോദിക്കുന്നു. ദിവ്യനെ വിക്രം ഉപേക്ഷിക്കുന്നതിന് മുമ്പ് ദിവ്യ പ്രഗ്നന്റ് ആയിരുന്നു. ദിവ്യയ്ക്കും വിക്രമനും ജനിച്ച കുഞ്ഞായിരുന്നു ഈ കുഞ്ഞ്. അതുകൊണ്ടായിരുന്നു ദിവ്യനെ ചതിച്ചതിൽ അവൻ അത്രയും ഗിൽട്ടായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങിയത്. പിന്നീട് കാണിക്കുന്നത് വിക്രമിനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതാണ്. ആ വണ്ടിയിലിരുന്നപ്പോ അവന്റെ മുമ്പിൽ ദിവ്യ വന്നിരിക്കുന്നതാണ് കാണുന്നത്. അന്നേരം ദിവ്യ അവനോട് പറയുന്നു, നമ്മൾ രണ്ടുപേരും ഒന്നായിരുന്നെങ്കിൽ നമ്മളുടെ ജീവിതം എത്ര നല്ലതായിരുന്നു എന്ന് പറയുന്നു. അവൾ ആഗ്രഹിച്ചത് അവന്റെ കൂടെ സന്തോഷമായിട്ടൊരു ജീവിതം ജീവിക്കാനായിരുന്നു. ഇവിടെയാണ് ഈ മൂവി കംപ്ലീറ്റ് ആകുന്നത്.